പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ ലോക ചിന്തയിൽ നമ്മുടെ ശത്രുക്കളെ നാം ശത്രുക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ മനുഷ്യരായ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം തോന്നുന്ന ഒരു കാര്യമാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നത്. എന്നാൽ യേശു നമ്മോട് പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും എന്നാണ്. നമ്മെ കുറ്റം പറഞ്ഞവരെയും തള്ളിക്കളഞ്ഞവരെയും നമുക്ക് വേദന ഉളവാക്കിയവരെയും നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവരെ സ്നേഹിക്കുമ്പോഴാണ്, അവർക്ക് നന്മകൾ ചെയ്യുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് എന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിന് ദൈവത്തിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്നില്ല. നമ്മെ വേദനിപ്പിച്ചവരോട്, നമ്മെ നിന്ദിച്ചവരോട്, നമ്മെ കുറ്റം പറഞ്ഞവരോട് ഒക്കെയാണ് അവരെയാണ് നാം സ്നേഹിക്കുകയും അവർക്ക് നന്മകൾ ചെയ്യുകയും ചെയ്യേണ്ടതെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. നാം പല കാര്യങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ എന്ന്. അപ്പോൾ നമ്മെ വേദനിപ്പിച്ചവരോട് നാം ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞ യേശു തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസിനെ സ്നേഹിക്കുകയും അവൻ്റെ പാദങ്ങൾ കഴുകി മാതൃക നൽകുകയും ചെയ്തു. യേശു പറയുന്നു, നമ്മുടെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷണവും ദാഹിക്കുന്നുവെങ്കിൽ ജലവും കൊടുക്കണം എന്നാണ്. അപ്പോൾ അവൻ്റെ തലയിൽ തീക്കനലുകൾ കൂന കൂട്ടുകയാണ് നാം ചെയ്യുന്നത്. അതായത് അവനിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനലുകൾ കൂന കൂട്ടുകയാണ് നാം ചെയ്യുന്നത്. അതവൻ്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കുകയും അവനെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും അതുവഴി അവൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തുവാൻ നമുക്കും കഴിയും. അവൻ രക്ഷപ്പെടുന്നു, അതോടൊപ്പം തന്നെ ദൈവഹിതം നിറവേറ്റുന്നത് കൊണ്ട് നാം രക്ഷപ്പെടുന്നു. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായി ലഭിക്കുന്നു. നാം ദൈവഹിതം നിറവേറ്റുന്നവരായി മാറണം. അതായത് വചനമനുസരിച്ച് ജീവിക്കുന്നവരായി മാറണം. അപ്പോഴാണ് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ഉണ്ടാകുന്നത്, ദൈവത്തിൽ നിന്ന് ഐശ്വര്യവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത്. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെടുന്നതും അപ്പോൾ മാത്രമാണ്. ഓരോരുത്തരുടെയും പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകാനാണ് നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നത്. അതിനാൽ തിന്മകളെ നന്മ കൊണ്ട് നാം കീഴടക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും നന്മ ഉളവാകുന്നതായിരിക്കണം. തിന്മയുടെ ശക്തിയെ നന്മ കൊണ്ട് കീഴടക്കി ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.